1964 ഡിസംബർ 22-ന് പുറത്തിറങ്ങിയ ചിത്രമാണ് കുടുംബിനി. കെ.ജി. സേതുനാഥ്, കാനം എന്നിവരായിരുന്നു രചയിതാക്കൾ. പി. എ. തോമസ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് പി. എ. തോമസ്, ശശികുമാർ. ഗാനരചന അഭയദേവ്. സംഗീതം LPR വർമ്മ. CO ആൻഡോ, യേശുദാസ്, പി. ലീല, സീറോ ബാബു എന്നിവരായിരുന്നു ഗായകർ. ക്യാമറ PB മണി. നടീനടന്മാർ: നസീർ, ഷീല, അടൂർ ബാസി, തിക്കുറിശി, മുതുകുളം രാഘവൻപിള്ള, പഞ്ചാബി, ശ്രീമൂലനഗരം വിജയൻ, KK അരൂർ, പി. എ. തോമസ്, മീന, മാസ്റ്റർ ഷാജി, കവിയൂർ പൊന്നമ്മ, ആറന്മുള പൊന്നമ്മ, ജയശ്രീ, പാർവതി, സരസ്വതി, മീനാക്ഷി, VS ആചാരി. ഇതിലെ കഥ: തറവാട്ട് പേര് മാങ്കാവ്. രാഘവക്കുറുപ്പ് അവിടുത്തെ മൂത്തയാൾ. അനുജൻ മാധവൻകുട്ടി, സഹോദരി ശാരദ, അമ്മ പാറുക്കുട്ടിയമ്മ. ഇവരാണ് മറ്റ് അംഗങ്ങൾ. കുറുപ്പ് ഒരിടത്തരം സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെ ലക്ഷ്മിയെ വിവാഹം കഴിച്ചു. അന്നു മുതൽ മാങ്കാവ് തറവാട്ടിന് ഉയർച്ച തന്നെ. എന്നാൽ തറവാട്ട് സ്വത്ത് വിറ്റ് ഉത്സവം നടത്തുന്ന രീതിയിലായിരുന്നു മാങ്കാവുകാരുടെ ഏർപ്പാടുകൾ. അതിനോട് യോജിക്കാൻ കഴിയാത്ത ലക്ഷ്മി എതിർപ്പുമായി എത്തി. ഇത് തറവാട്ട് വീട്ടിൽ ലക്ഷ്മിയെ ശത്രുവായി കരുതാൻ കാരണമായി. രാഘവക്കുറുപ്പിന് പക്ഷേ ലക്ഷ്മി പറയുന്നതിലും ശരിയുണ്ടെന്ന് ബോധ്യമുണ്ട്. എന്നാൽ അതിനോട് അമ്മയും അനുജനും യോജിക്കാനായില്ല. വഴക്കായി, ലഹളയായി അനുജൻ മാധവൻകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ തക്കം നോക്കി അത്യാഗ്രഹിയും മാങ്കാവിലെ സ്വത്തുക്കൾ ഓരോരോ കഷണങ്ങളായി എഴുതി വാങ്ങിക്കൊണ്ടും ഇരുന്നിരുന്ന സ്വാമിയും ശിങ്കിടി കേളുനായരും മറ്റു ചിലരും ചേർന്ന് മാധവൻകുട്ടിയോട് തൻ്റെ ഭാഗം എഴുതി വാങ്ങാൻ പ്രേരിപ്പിച്ചു. മാധവൻകുട്ടി സ്വത്ത് ലഭിച്ചാൽ വിറ്റ് മുടിക്കും എന്ന് ഭയന്ന് ലക്ഷ്മിയും കുറുപ്പും എതിരു പറഞ്ഞു. എന്നാൽ ഭാഗം കിട്ടാതെ താൻ വീട്ടിൽ കാലു കുത്തില്ല എന്നായി മാധവൻകുട്ടി. ഗതിമുട്ടി സ്വത്ത് മുഴുവൻ അവൻ്റെ പേർക്ക് എഴുതി വച്ചിട്ട് 15 ദിവസം പോലും തികയാത്ത കൈക്കുഞ്ഞുമായി ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ട് കുറുപ്പ് വീട് വിട്ടിറങ്ങി. മാധവൻകുട്ടിയുടെ മനസ്സലിഞ്ഞു. ജ്യേഷ്ഠനോട് മാപ്പിരന്നു പോകരുതെന്ന് അവൻ അപേക്ഷിച്ചു. വീണ്ടും സന്തോഷത്തിലായി കുടുംബം. മാധവൻകുട്ടി കഥകളിക്കാരൻ കുട്ടമ്പിള്ളയുടെ മകളായ ജാനുവിനെ വിവാഹം കഴിച്ചു. ജാനു അവൻ്റെ കാമുകി കൂടിയായിരുന്നു. സുഖമില്ലാതെ കിടന്നിരുന്ന അമ്മ പാറുക്കുട്ടിയമ്മ അവൻ്റെ വിവാഹ ദിവസം രാത്രി മരിച്ചു. സഹോദരി ശാരദ അസൂയാലുവാണ്. പുറം ദേശങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന ശാരദയുടെ ഭർത്താവ് കുമ്പാണ്ടക്കുറുപ്പ് നാട്ടിൽ തിരിച്ചെത്തി. ശാരദയുടെ വീതം വാങ്ങണം, കാർണിവൽ നടത്തണം, അതായിരുന്നു അയാളുടെ ഉദ്ദേശ്യം. ശാരദയ്ക്ക് ലക്ഷ്മിയെയും ജാനുവിനെയും തമ്മിൽ ശത്രുക്കളാക്കണം, അതായി ആഗ്രഹം. അതിനായി ജാനു വീട്ടിൽ കാലുകുത്തിയതുകൊണ്ടാണ് അമ്മ മരിച്ചതെന്ന് ലക്ഷ്മി കണിയാട്ടിയോട് പറഞ്ഞതായി കള്ളം പറഞ്ഞു ജാനുവിനോട് ശാരദ. ജാനു ഇത് കേട്ട് വല്ലാതെ വിഷമിച്ചു. ദേഷ്യവും വന്നു. ജ്യേഷ്ഠൻ്റെ മകനെ മാധവൻകുട്ടി സ്നേഹിക്കുന്നതിൽ ജാനു അയാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നു മാത്രമല്ല, കുടുംബഭരണം ലക്ഷ്മി നടത്തുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനും തുടങ്ങി. മാധവൻകുട്ടി ജാനുവിൻ്റെ ഈ സ്വഭാവമാറ്റത്തിൽ ശങ്കാലുവായി. മാധവൻകുട്ടിയും ജാനുവും അവർക്കുള്ള ഭക്ഷണം വേറെ തയ്യാറാക്കാൻ തുടങ്ങി. വീണ്ടും കുടുംബം അലങ്കോലമാകാൻ ആരംഭിച്ചു. അതോടെ രാഘവക്കുറുപ്പ് ഭാര്യയെയും മകനെയും കൂട്ടി ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. ശാരദയെയും കൂട്ടി വിദേശത്ത് കാർണിവൽ നടത്തി വന്ന കുമ്പാണ്ടക്കുറുപ്പ് എല്ലാം പൊളിഞ്ഞ് കടക്കാരനായി പോലീസ് അറസ്റ്റിലായി. ശാരദ ആരും തുണയില്ലാതെ വീട്ടിലെത്തിയെങ്കിലും അവളെ സ്വീകരിക്കാൻ ജാനു തയ്യാറായില്ല. എന്നാൽ ലക്ഷ്മി ശാരദയ്ക്ക് അഭയമേകി. ഇക്കാലത്ത് ഗർഭിണിയായിരുന്ന ജാനുവിന് പ്രസവ വേദന തുടങ്ങി. മാധവൻകുട്ടി സഹായത്തിന് ലക്ഷ്മിയെ വിളിക്കാൻ തയ്യാറായെങ്കിലും ജാനു അത് സമ്മതിച്ചില്ല. അവളുടെ ആവശ്യപ്രകാരം വയറ്റാട്ടിയെ കൊണ്ടുവന്നു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും പ്രസവിക്കാതിരുന്ന ജാനുവിലുണ്ടായ അമിത രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ ബോധരഹിതയായി. മാധവൻകുട്ടി ചേട്ടനെ വിവരം അറിയിച്ചു. രാഘവക്കുറുപ്പും ലക്ഷ്മിയും പാഞ്ഞെത്തി. ജാനു പിന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അമിതമായി രക്തം നഷ്ടപ്പെട്ടതിനാൽ രക്തം വേണം. ആശുപത്രിയിൽ രക്തം സ്റ്റോക്കില്ല. ലക്ഷ്മി രക്തം കൊടുക്കാൻ തയ്യാറായി. ലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും ജാനുവിലേക്ക് രക്തം പ്രവഹിച്ചു. ജാനു മിഴി തുറന്നു. ബോധം വന്നു. രാഘവക്കുറുപ്പും മാധവൻകുട്ടി പിടയുന്ന ഹൃദയത്തോടെ പുറത്ത് ആകാംക്ഷാഭരിതരായി നിന്നു. പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൽ ആശുപത്രിയിൽ കറണ്ട് പോയി. അന്ധകാരമായി. ഡോക്ടർമാരും നഴ്സുമാരും പരിഭ്രാന്തരായി. പ്രകാശം വന്നപ്പോഴേക്കും
ലക്ഷ്മിയുടെ ദേഹത്തെ മുഴുവൻ രക്തവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു.